ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കൂ. ഇന്ന് നിങ്ങൾക്ക് ധാരാളം കമൻറ്റുകൾ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് ഭാരതം കരുത്ത് തെളിയിക്കാനൊരുങ്ങുന്നു. ജോർജ് സോറോസ് ഇന്ത്യയുടെ ശത്രു, ഗൗതം അംബാനി എന്ന ഇന്ത്യൻ ബിസിനസ്, രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മോദി PM ആയി എന്തിനു തുടരണം, മോദി അമേരിക്കൻ പ്രസിഡന്റ് പണി കൊടുത്തുവോ, നേട്ടം കൊയ്ത് ഇന്ത്യൻ റുപ്പീസ്. അതായത് ഇന്നത്തേത് വീഡിയോ ഡീപ് സ്റ്റേറ്റ് എന്ന വേർഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്ന പദം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എന്ത് നേട്ടം ആർക്ക് എന്നുള്ളതാണ് ഒരു വീഡിയോ. അമേരിക്കയിലാണ് ഡീപ് സ്റ്റേറ്റ് എന്ന ഒരു സംഘടനയായി, ഒരു ഓർഗനൈസേഷനായി അവർ പ്രവർത്തിക്കുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥർ, സൈനികർ, ഇൻ്റലിജൻസ് ഏജൻസികൾ, മറ്റു സർക്കാർ ഏജൻസികൾ, ഇങ്ങനെ ഒരു കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് ഡീപ് സ്റ്റേറ്റ് കരുതുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? ഈ സ്ഥാപനങ്ങൾ വ്യക്തിപരമായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് മറുപടി ആയുള്ള അല്ലെങ്കിൽ പ്രബലമായ ധാരാളം തീരുമാനങ്ങൾ നയിക്കുകയും രാജ്യത്തിൻ്റെ സമീപനം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആണെന്നാണ് അറിയിപ്പ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഒരു ദേശവിരുദ്ധ ശക്തി അല്ലെങ്കിൽ ഒരു രഹസ്യ കൂട്ടായ്മയായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മേൽ നിർണായകമായ സ്വാധീനം ചെലുത്തുക ഈ ഡീപ് സ്റ്റേറ്റിന് സാധിക്കും, ഈ ഓർഗനൈസേഷന് സാധിക്കും എന്നാണ് കരുതുന്നത്. ഇതൊരു വിവാദപരമായ ഒരു കാര്യമാണ്. എങ്കിൽ പോലും മറ്റു പലരും ഇത് ഒരു ഗൂഢാലോചന സംഘമായിട്ട് തള്ളിക്കളഞ്ഞ് നിസ്സാരമാക്കി പറയുന്നുണ്ട്. പക്ഷേ ഡീപ് സ്റ്റേറ്റ് വളരെയധികം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ അവരുടെ സ്വാധീനം അവർ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. ഡീപ് സ്റ്റേറ്റിന് മൂലധനം ഉണ്ട്, അതായത് അവർക്ക് നല്ല സമ്പാദ്യമുണ്ടെന്ന് ചുരുക്കം. മറ്റ് രാജ്യങ്ങളിൽ ഇടപെടൽ നടത്തണമെങ്കിൽ അവർ ചെയ്യുന്നത് ഉന്നതർ വഴി അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ഭാരതത്തിൽ ഡീപ് സ്റ്റേറ്റ് എന്ത് സ്വാധീനമാണ് ചെലുത്തിയത്? 2014 മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം തുടങ്ങിയപ്പോൾ തൊട്ട് അവർക്ക് കണ്ണിൽ കരടായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാരത സർക്കാർ. കാരണം സാമ്പത്തിക രംഗത്ത് വളരെ ഉന്നതിയിലേക്ക് കുതിച്ചുകയറുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാം മോഡി സർക്കാരിൻ്റെ കാലത്ത്. വീണ്ടും ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോദിയെ താഴെ ഇറക്കും എന്ന് തന്നെ തീരുമാനിച്ച് പലരും രംഗത്ത് വന്നിരുന്നു. അതുപോലെ നമുക്കറിയാം, ജോർജ് സോറോസ് എന്ന് പറയുന്ന വലിയ ഒരു ധനാഢ്യൻ, അദ്ദേഹം ഫിലാന്ത്രോപിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ പറയപ്പെടും. അദ്ദേഹം ചില രാജ്യങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അദാനി പോർട്ടിൻ്റെ ഷെയറുകളെ പറ്റിയുള്ള തർക്കം വന്ന് അദാനി ഇത് ഷെയറുകൾ പിടിച്ചു വെക്കുകയോ ഷെയറുകൾ നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് വന്ന് അദാനിയെ കൂട്ടാനുള്ള ഒരു ശ്രമം നടത്തി അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ വാർത്തകൾ പോലും വന്നതാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഈ ജോർജ് സോറോസും സംഘവും അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള ഓർഗനൈസേഷനിലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. കാരണം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വ്യക്തമായിട്ട് ആരൊക്കെ സംഭാവന നൽകുന്നു ആ ടീമുകളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യം അവർ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ്. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് യാതൊരു കോട്ടവും വരുന്നില്ല, അത് മുന്നോട്ട് തന്നെ പോകുന്നു. അതോടൊപ്പം ഈ അദാനി ഗ്രൂപ്പിന് യാതൊന്നും സംഭവിച്ചില്ല, അവർ മുന്നോട്ട് പോകുന്നു. ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ നമ്മുടെ രാജ്യത്ത് ധാരാളമായി ഉണ്ടെന്നറിയുന്നു. അതിൻ്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ വഴിനീളം നടന്ന് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തെറ്റാണെന്നും ഇലക്ഷൻ ഉപകരണങ്ങൾ തെറ്റാണെന്നും ഇലക്ഷൻ രീതി തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നാണ് അത്രയും. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ സ്വാധീനിക്കാൻ ഒരു കാരണവശാലും, ഒരു രാജ്യസ്നേഹമുള്ള പൗരന്മാരെ സ്വാധീനിക്കാൻ, നേതാക്കന്മാരെയോ മറ്റ് പ്രതിപക്ഷത്തായാലും ആരെയും സ്വാധീനിക്കാൻ ഡീപ് സ്റ്റേറ്റിനോ മറ്റ് സോറോസോ അതുപോലുള്ള കാര്യങ്ങൾക്ക് പറ്റുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ രാജ്യസ്നേഹമില്ലായ്മ വെച്ച് പുലർത്തുന്നവർ ആരൊക്കെയാണെന്ന് നമ്മൾ കരുതിയിരിക്കുക. അവർ രാജ്യസ്നേഹമില്ലാത്തവർ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ അവരെ ഉന്മൂലനം ചെയ്യുക എന്നാണ് നമ്മുടെ ദേശത്തിൻ്റെ അടുത്ത മുദ്രാവാക്യം. അതുതന്നെയായിരിക്കണം. അപ്പോൾ എന്തായാലും മോദി സർക്കാർ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. പല തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വേറൊരു തീരുമാനം, അത് ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും കടുത്ത നടപടി ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുകയാണ്. വളരെ നല്ല സുഹൃത്ത് എന്നൊക്കെ പടക്കം പൊട്ടിക്കുന്ന രീതിയിൽ പ്രസംഗിച്ച് നടന്ന ഇലക്ഷന് ജയിച്ചിട്ട് ഭാരതീയരുടെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയരുടെ വോട്ട് നേടി ജയിച്ചിട്ട് സുഹൃത്ത് രാജ്യം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചിട്ട് ട്രംപ് ഇപ്പോൾ നമുക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ചുങ്കം ഏർപ്പെടുത്തിയിട്ട് അത് ഡബിളാക്കിയിരിക്കുക, ഇരട്ടി. അതായത് ഏകദേശം 54% പൂർണ്ണതോതിൽ നമ്മളുടെ സാധനങ്ങൾ അവിടെ നിന്ന് അവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതിൽ നിന്നായാലും വിട്ടുവീഴ്ച അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ വഴങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പല കാര്യങ്ങൾക്കും അദ്ദേഹം അതിന് വിട്ടുവീഴ്ച നടത്തിയതിനെ. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇതാ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ വളരെയധികം നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു നിയമം തന്നെയാണ് പാസ്സാക്കിയിരിക്കുന്നത്. അതായത് ഡോളറിൽ പൈസ കൊടുക്കാതെ വിദേശ രാജ്യങ്ങളിലെ വിദേശ കമ്പനികൾക്കോ വിദേശത്തു നിന്നും ഇന്ത്യൻ രൂപയിൽ ഡയറക്റ്റ്
നമ്മുടെ ബാങ്കിൽ ഇന്ത്യൻ രൂപയിൽ ഡീല് നടത്താൻ സാധിക്കുന്നു. അത് ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ള ഒരു നിയമം അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ വളരെ അത് സ്വാധീനിക്കും. വളരെയധികം അത് നല്ലതാണ്. അമേരിക്ക ഒഴിച്ച് ബാക്കി രാജ്യങ്ങൾ, അമേരിക്കയോട് സൗഹൃദം അല്ലാത്ത രാജ്യങ്ങൾ, ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളോ അവർക്കൊക്കെ ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് ട്രേഡ് വിജയകരമായിട്ട് അതുകൊണ്ട് നടത്തുവാൻ സാധിക്കും. ഇതൊരു നല്ല ഒരു നീക്കം തന്നെയാണ് എന്തായാലും നമ്മുടെ മോദി സർക്കാർ നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സുഹൃത്തെങ്കിൽ സുഹൃത്ത്, ശത്രുവെങ്കിൽ ശത്രു എന്ന നിലപാടിൽ ഭാരതം ഉറച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വരും കാലങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. ഭാരതം ഇപ്പോൾ തന്നെ ഒരു മൂന്നാമത്തെ സമ്പദ് ശക്തിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മറച്ചു വെക്കാനൊക്കില്ല. എന്തായാലും കാണാം നമുക്ക്. ഭാരതം തങ്ങളുടെ കർഷകരുടെ, പ്രത്യേകിച്ച് ക്ഷീര കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു കോംപ്രമൈസും ചെയ്യുന്നതായിരിക്കില്ല. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി. ജയ് ഭാരത് മാതാ.